നമസ്കാരം. മംഗളം ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബിനി പ്രേംരാജ്. ചെങ്കടലിൽ രൂപപ്പെട്ട പ്രതിസന്ധിക്ക് പിന്നാലെ ക്രൂഡ് ഓയിൽ വില കുത്തനെ ഉയർന്നു. ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകൾക്ക് നേരെ ഹൂതികൾ നടത്തുന്ന ആക്രമണമാണ് ചെങ്കടൽ വഴിയുള്ള ചരക്ക് നീക്കം ദുഷ്കരമാക്കി മാറ്റിയത്. പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ചെങ്കടൽ വഴിയുള്ള എല്ലാ ചരക്ക് നീക്കങ്ങളും താൽക്കാലികമായി നിർത്തിവെക്കുമെന്ന് പ്രമുഖ എണ്ണ കമ്പനിയായ BP നേരത്തെ അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് എണ്ണവില കുത്തനെ ഉയരാൻ തുടങ്ങിയത്. നിലവിൽ ബ്രെന്റ് ക്രൂഡ് ഫ്യൂച്ചറുകൾ 20 സെന്റ് അഥവാ 0.3% ഉയർന്ന് ബാരലിന് $79.85 US WTI ക്രൂഡ് ഫ്യൂച്ചറുകൾ 24 സെന്റ് അഥവാ 0.3% ഉയർന്ന് ബാരലിന് $74.35 എത്തി നിൽക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ എണ്ണവില കുറച്ചേക്കുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ വില ഉയരാനാണ് സാധ്യത. അതേസമയം പ്രധാന ഷിപ്പിംഗ് സ്ഥാപനങ്ങൾ ചെങ്കടൽ വഴിയുള്ള യാത്ര പുനരാരംഭിക്കാൻ തുടങ്ങിയതോടെ ബുധനാഴ്ച വിലയിൽ ഏകദേശം 2% ഇടിവുണ്ടായത് പ്രതീക്ഷ നൽകിയിട്ടുണ്ട്. നിരവധി പ്രമുഖ കപ്പൽ കമ്പനികൾ നിലവിൽ ചെങ്കടൽ വഴിയുള്ള യാത്രകൾ നിർത്തിവെച്ചിട്ടുണ്ട്. ഇത് ചരക്ക് നീക്കത്തിനുള്ള ചെലവ് വർദ്ധിപ്പിക്കുമെന്നും ആഗോളതലത്തിൽ വില വർധനവ് ബാധിക്കുമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രകൃതിവാതക വിപണിയെയും ചെങ്കടൽ യാത്രാ നിരോധനം ബാധിച്ചു. ഇതോടെ യൂറോപ്പിൽ പ്രകൃതിവാതക വിലയിൽ 10% വർധനമുണ്ടായി. ലോകത്തെ കടൽ ചരക്ക് പാതയുടെ പ്രധാന വഴിയാണ് ചെങ്കടൽ. ഏഷ്യയിൽ നിന്ന് ചെങ്കടൽ വഴി സൂയസ് കനാലിലേക്കും അതുവഴി യൂറോപ്പിലേക്കുമുള്ള എളുപ്പവഴി ചരക്ക് കപ്പലുകൾക്ക് വലിയ ആശ്വാസമാണ്. റഷ്യയിൽ നിന്നടക്കമുള്ള കപ്പലുകൾ ഇന്ത്യയിലേക്ക് എത്തുന്നത് ഇതുവഴിയാണ്. ചെങ്കടൽ പ്രതിസന്ധി ചെലവുകൾ വർദ്ധിപ്പിക്കുമെന്നതിനാൽ മിഡിൽ ഈസ്റ്റിൽ നിന്നും മറ്റ് സമീപ രാജ്യങ്ങളിൽ നിന്നുമുള്ള ക്രൂഡ് ഓയിൽ വിതരണം വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിനാണ് ഇന്ത്യ. ഭീഷണി വർദ്ധിച്ചതോടെ പല കപ്പലുകളും കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിന് ചുറ്റും കൂടുതൽ ദൂരം സഞ്ചരിച്ചാണ് അറബിക്കടലിലേക്ക് എത്തുന്നത്. യാത്രയ്ക്ക് 3 ആഴ്ച അധിക സമയം വേണം. സാധാരണ റൂട്ടിലൂടെയുള്ള ഡെലിവറിക്കുള്ള റിസ്ക് പ്രീമിയങ്ങൾ വഹിക്കുവാൻ ഷിപ്പിംഗ് കമ്പനികൾ ഇന്ത്യൻ കമ്പനികളോട് ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ റിഫൈനർമാർ അധിക ബാധ്യത വഹിക്കാൻ തയ്യാറല്ല എന്നും ബദൽ വിതരണക്കാർക്കായി തിരികെയാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഇൻഷുറൻസ്, ചരക്ക് ചെലവ് എന്നിവയിലെ കുത്തനെയുള്ള വർധനവ് കാരണം തങ്ങളുടെ ചിലവുകൾ വർദ്ധിക്കുമെന്നും ഇന്ത്യൻ കമ്പനികൾ ആശങ്കപ്പെടുന്നു. സർക്കാർ ഉടമസ്ഥതയിലുള്ള ഭാരത് പെട്രോളിയം കോർപ്പറേഷന്റെ ലിമിറ്റഡ് ഇതിനകം തന്നെ മറ്റ് സ്രോതസ്സുകളിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഏർപ്പാട് ചെയ്തിട്ടുണ്ടെന്ന് ഒരു കമ്പനി ഉദ്യോഗസ്ഥൻ പറഞ്ഞു. പേർഷ്യൻ ഗൾഫിൽ നിന്നും മധ്യേഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിന് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് ഊർജ്ജ ഇറക്കുമതി വൈവിധ്യവൽക്കരിക്കുവാനും സർക്കാർ വ്യാപാരികളെ ഉപദേശിക്കുകയാണെന്ന് ഇന്ത്യയുടെ വാണിജ്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ചെങ്കടൽ മേഖലയിൽ സമുദ്ര സുരക്ഷാ സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് തുടങ്ങിയ രാജ്യങ്ങളുമായി ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് അവർ പറഞ്ഞു. ഗാസയിൽ ഇസ്രായേൽ സേന നടത്തുന്ന അക്രമങ്ങൾ നിർത്തണമെന്നാവശ്യപ്പെട്ടാണ് യമൻ ആസ്ഥാനമായുള്ള ഹൂതികൾ കപ്പലുകൾ ആക്രമിക്കുന്നത്. യുദ്ധം തുടർന്നാൽ ഇസ്രായേൽ ബന്ധമുള്ള ഒരു കപ്പൽ പോലും ഇതുവഴി കടത്തിവിടില്ല എന്നതാണ് ഹൂത്തികളുടെ മുന്നറിയിപ്പ്. നവംബർ 19 ഗാലക്സി ലീഡർ എന്ന ചരക്ക് കപ്പൽ റാഞ്ചിക്കൊണ്ടാണ് ഹൂത്തികൾ ആദ്യ നടപടികൾ തുടങ്ങിയത്. പിന്നീട് നിരവധി തവണ സമാനമായ നടപടികളുണ്ടായി. അതേസമയം തങ്ങളുടെ സൈനിക ഉപദേഷ്ടാവിനെ സിറിയയിൽ വെച്ച് ഇസ്രായേൽ കൊലപ്പെടുത്തിയെന്ന ആരോപണത്തിന് പിന്നാലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ കൊലപാതകം ചിത്രീകരിക്കുന്ന അനിമേഷൻ വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നു ഇറാൻ സേന. മെഹർ ന്യൂസ് ഏജൻസി പുറത്തുവിട്ട വീഡിയോയിൽ മൊസാദ് ഇന്റലിജൻസ് ഏജൻസിയുടെ ആസ്ഥാനത്ത് വെച്ച് സൈനിക ഉദ്യോഗസ്ഥർക്കൊപ്പം മേശയ്ക്ക് സമീപമിരിക്കുന്ന നെതന്യാഹുവിനെ കാണാം. ഇസ്രായേലി ഇറാന്റെ ചാരപ്രവർത്തനങ്ങൾ സംപ്രേഷണം ചെയ്യുന്ന TV സ്ക്രീൻ വീക്ഷിക്കുന്നതിനിടയിൽ ഇറാൻ സേന സ്ക്രീൻ ഹാക്ക് ചെയ്യുന്നു. ഈ സമയം നെതന്യാഹുവിന്റെ മേശയ്ക്ക് താഴെയുള്ള ടൈം ബോംബ് കൗണ്ട്ഡൗൺ കാണിക്കുകയും പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നു. തുടർന്ന് ഹമാന്റെ സുഹൃത്തുക്കളിൽ നിന്ന് നിങ്ങളെ സ്വയം രക്ഷിക്കുമെന്ന് ഹിബ്രുവിലും ഫാർസിയിലും അറബിയിലും സ്ക്രീനിൽ എഴുതി കാണിക്കുന്നു. ബൈബിളിൽ പരാമർശിക്കുന്ന ജൂത സമൂഹത്തെ എതിർക്കുകയും അവരെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്ത പേർഷ്യൻ അക്കമനിയുടെ സാമ്രാജ്യത്തിലുള്ള ആളാണ് ഹമാൻ. ഇറാൻ സേനയായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സിന്റെ സൈനിക ഉപദേഷ്ടാവ് സയ്യിദ് റാസി മൗസവി നയതന്ത്ര ആവശ്യത്തിനായി സിറിയയിലെത്തിയപ്പോൾ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. മൗസിയുടെ കൊലപാതകത്തിന് പിന്നിൽ ഇസ്രായേലാണെന്നാണ് ഇറാന്റെ ആരോപണം. സൈനിക ഉപദേഷ്ടാവിന്റെ കൊലപാതകത്തിൽ ഇസ്രായേലിനോട് പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ ഭീഷണിപ്പെടുത്തിയിരുന്നു. അതേസമയം കര, കടൽ, വ്യോമ മാർഗങ്ങളിലൂടെ മധ്യഗാസയിൽ ശക്തമായ ആക്രമണം നടത്തിയിരിക്കുകയാണ് ഇസ്രായേൽ. 24 മണിക്കൂറിനിടയിൽ 195 പേർ കൂടി മരിച്ചതോടെ ഗസയിലെ മരണസംഖ്യ 21,110 മാറി. ബുറൈജ്, നുസ്രൈത്ത്, മഖാസി അഭയാർത്ഥി ക്യാമ്പുകൾ ആക്രമിച്ചു. പരിക്കേറ്റവരുടെ എണ്ണം 55,240 ഉയർന്നു. തെക്കൻ ഗാസയിൽ ഖാൻ യൂനിസിലെ അൽ അമാൽ സിറ്റി ഹോസ്പിറ്റലിന് സമീപമുണ്ടായ വ്യോമാക്രമണത്തിൽ 20 പേർ കൊല്ലപ്പെട്ടു. ഇതിനിടെ ജനറൽ സയ്യിദ് റാസി മൗസവിയുടെ വധത്തിൽ ഇസ്രായേലിനെതിരെ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. തിങ്കളാഴ്ച ഇസ്രായേൽ സിറിയയിലെ ഡമാസ്കസിന് സമീപം നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഇറാന്റെ റവല്യൂഷണറി ഗാർഡിന്റെ മുതിർന്ന ഉപദേഷ്ടാവായ റാസി കൊല്ലപ്പെട്ടത്. ഇറാനും സിറിയയ്ക്കുമിടയിൽ സൈനിക സഖ്യത്തെ ഏകോപിപ്പിച്ചിരിക്കുന്നത് ഇദ്ദേഹമാണ്. ഗാസയിൽ നിന്ന് ഇസ്രായേലെത്തിയ 80 പാലസ്തീനിക്കാരുടെ മൃതദേഹങ്ങൾ ഇന്നലെ കരീം ഷാലോം അതിർത്തിയിലൂടെ വിട്ടു നൽകി.
മോർച്ചറികളിൽ നിന്നും ശ്മശാനങ്ങളിൽ നിന്നും ശേഖരിച്ച ഈ അജ്ഞാത മൃതദേഹങ്ങളിൽ ബന്ദികൾ ഉൾപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പിച്ചതായി ഇസ്രായേൽ അറിയിച്ചു. റെഡ് ക്രോസിന് കൈമാറിയ മൃതദേഹങ്ങൾ റാഫേൽ കൂട്ടമായി സംസ്കരിച്ചു. അതേസമയം മൃതദേഹങ്ങൾ ഇസ്രായേൽ വികൃതമാക്കിയെന്നും അവയവങ്ങൾ നീക്കം ചെയ്തുവെന്നും ഹമാസ് ആരോപിച്ചു. ഏകദേശം 129 ബന്ദികൾ ഇപ്പോഴും ഹമാസിന്റെ പിടിയിലുണ്ടെന്നാണ് കണക്ക്. നന്ദി, നമസ്കാരം.